everyone, welcome back to my YouTube channel. സ്കിൻ കെയറിനെ കുറിച്ച് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന്. സ്കിൻ കെയർ എന്താ, സ്കിൻ കെയർ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ അറിയണം തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ചിലവരുടെ സ്കിൻ ഓയിലി ആയിരിക്കും, ഡ്രൈ ആയിരിക്കും, ചിലവരുടെ അതുപോലെ കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും, ചിലർക്ക് നോർമൽ സ്കിൻ ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നാണ്. അപ്പൊ സ്കിൻ ടൈപ്പ് അറിയാനായിട്ട് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. നമ്മളിപ്പോ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ക്ലെൻസ് ചെയ്യൂലോ. അപ്പോൾ ക്ലെൻസ് ചെയ്യും, നമ്മുടെ സ്കിൻ കുറച്ച് ടൈറ്റോ അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആവുന്നത് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നാണ്. ഇപ്പൊ അതെല്ലാം ക്ലെൻസ് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ഓയിലി ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഓയിലി സ്കിന്നാണ്. കോമ്പിനേഷൻ സ്കിന്നുകാർക്കാണെങ്കിൽ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഈ മൂക്കിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നെറ്റി അവിടെയൊക്കെ ഒരു ഓയിലി പോലെ തോന്നുന്ന നമ്മുടെ സ്കിൻ കോമ്പിനേഷൻ സ്കിന്നാണ്. ഇതിൽ ഓയിലി അല്ല, അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടോ തോന്നുന്നില്ല, ഒരു നോർമൽ ഫീൽ ആണെങ്കിൽ അതൊരു നോർമൽ സ്കിന്നാണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എളുപ്പമാർഗത്തിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് സ്കിൻ കെയർ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് ക്ലെൻസിങ് ആണ്. ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ടേക്കുന്നവരാണെങ്കിൽ നമുക്കൊന്ന് ഒരു കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് വൈപ്പ് ചെയ്യാം. ഫസ്റ്റ് ആ മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഗാർണിയറിന്റെ ഒക്കെ ക്ലെൻസർ ഒക്കെ കിട്ടുമല്ലോ, അപ്പൊ അത് വെച്ചിട്ട് മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ജെന്റിൽ ഫേസ് വാഷ് വെച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്ത് എടുക്കാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നതാണ് എക്സ്ഫോലിയേറ്റ്. അത് നമുക്ക് വീക്കിൽ 1-2 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ഫോലിയേറ്റ് ചെയ്യുന്നത്. ഒരു നല്ല സ്ക്രബോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്, ഇപ്പോൾ നമുക്കത് വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാലോ. തക്കാളി നമ്മുടെ ഷുഗറിലിട്ടിട്ട് ജെന്റിലായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് വീക്കിലി 1-2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനി തേർഡ് സ്റ്റെപ്പാണ് ടോണർ. ടോണർ നമ്മുടെ സ്കിന്നിന്റെ pH ലെവൽ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ടോണർ. ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോണർ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഫോർത്ത് സ്റ്റെപ്പ് വരുന്നത് മോയ്സ്ചറൈസർ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ വാങ്ങിക്കും. ഡ്രൈ സ്കിന്നുകാർക്ക് വേണമെങ്കിൽ ക്രീമി ടെക്സ്ചറുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ. ലാസ്റ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. UV ഡാമേജിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സൺസ്ക്രീൻ. നമ്മൾ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ SPF 30 മുതലുള്ളത് വാങ്ങിക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പൊ സ്കിൻ കെയറിന്റെ പ്രധാനം എന്ന് പറയുന്നത് ഈ 5 സ്റ്റെപ്സ് ആണ് കേട്ടോ. ഇനി നമുക്ക് ആക്നെ, ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഏജിങ് ഒക്കെ ഉള്ളവർക്ക് ഏതൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്താലാണ് എഫക്റ്റ് ആവുന്നതെന്ന് നോക്കിയാലോ. ഇപ്പൊ ആക്നെ ഉള്ളവർക്കാണെങ്കിൽ സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ നിയാസിനമൈഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് വൈറ്റമിൻ സി അല്ലെങ്കിൽ നിയാസിനമൈഡ് തുടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ റെറ്റിനോയിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ ഇ തുടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ എഫക്റ്റ് ആവണമെങ്കിൽ, അത് നമ്മുടെ സ്കിന്നിൽ അതൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതിന്റെ ഒരു ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് മെയിൻ ആയിട്ട് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ഇപ്പൊ ഒരു ദിവസം ചെയ്തു പിന്നെ നാളെ ചെയ്തില്ല, അത് കഴിഞ്ഞിട്ട് ചെയ്തു, അങ്ങനെ പറ്റില്ല. നമ്മൾ ചെയ്യുവാണെങ്കിൽ ഡെയിലി അതൊരു റൊട്ടീൻ പോലെ നമ്മൾ ചെയ്യണം. സ്കിൻ കെയർ ഒക്കെ ചെയ്ത് എല്ലാവരും സ്കിന്നൊക്കെ ഒന്ന് അടിപൊളിയായിരിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷെ അറിയാത്ത കുറച്ച് പേരുണ്ടാവുമല്ലോ. അതിൽ കുറച്ച് പേര് എന്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ അതുവരേക്കും ബൈ.